അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 4 പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾ സമാധാനമുള്ളവരാകാൻ, നിങ്ങൾ നിരാശയിൽ നിന്ന് തിരിച്ചു വരാൻ, ദുഃഖഭാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മടങ്ങി വരാൻ അള്ളാഹുവിന്റെ കലാം ഓർമ്മപ്പെടുത്തുന്ന 4 സുപ്രധാനമായ വാക്കുകളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ ഖുർആൻ ഏത് പാപങ്ങളിൽ അകപ്പെട്ടവനാണെങ്കിലും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിന്റെ വേവലാതികളിൽ ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ളത് അയാൾ ചെയ്ത പാപഭാരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാളുടെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും, എനിക്ക് മാപ്പില്ല, ഞാൻ രക്ഷപ്പെടൂല, എന്റെ ഖബർ എന്തായിരിക്കും, എന്റെ സ്വർഗം എന്തായിരിക്കും. ആ വേവലാതി അനുഭവിക്കുന്ന മനുഷ്യനോട് അതിന്റെ പേരിൽ നിങ്ങൾ നിരാശപ്പെടരുതെന്നും അള്ളാന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ തൗബക്ക് സന്നദ്ധരാകണമെന്ന ആശ്വാസമാണ് അല്ലാഹു കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സുപരിചിതമായി നമ്മളെല്ലാം കേട്ടു പരിചയിച്ച സൂറത്തു സുമറിന്റെ 53-ാമത്തെ ആയത്ത് അല്ലാഹു തആല തന്റെ അടിമകളോട് പറയാൻ ഇത്രക്ക് ധൈര്യം കൊടുക്കുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തിന്മ ചെയ്ത, പാപങ്ങൾ ചെയ്ത, അക്രമം ചെയ്ത അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഞാൻ രക്ഷപ്പെടൂല, എനിക്കൊന്നും സ്വർഗം കിട്ടൂല, എനിക്കൊന്നും പുറത്തു കിട്ടൂല, ഈ നിരാശയുടെ വാക്കുകൾ നിങ്ങളിൽ വരരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പരമകാരുണ്യവാനാണ്, അവൻ അങ്ങേയറ്റത്തെ ഗഫൂറായ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം പഠിപ്പിക്കുകയാണ്. നിരാശപ്പെട്ട് നിങ്ങളുടെ ജീവിതം തള്ളിമാറ്റരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു തആല പറഞ്ഞതാണ് ആ വാക്ക്. എന്താ? യബ്ന ആദം, ആദമിന്റെ സന്താനങ്ങളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ എന്നിൽ നിന്ന് നല്ലത് പ്രതീക്ഷിച്ചാൽ, ഗഫർതു ലക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അലാ മാ കാന ഫീക വലാ ഉബാലി, നീ എത്ര ചെയ്തവനാണെങ്കിലും, നീ എത്രയധികം ചെയ്തവനാണെങ്കിലും പ്രശ്നമല്ല. നീ എന്നിലേക്ക് മടങ്ങിയാൽ, എന്നിലേക്ക് തിരിച്ചു വന്നാൽ, എന്നിലേക്ക് തൗബ ചെയ്തു വന്നാൽ പുറത്തു തരാൻ ഒരുക്കമാണ്. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ കൊന്നാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ എന്തൊരു ക്രൂരനാണ്. 50 പേരെ കൊന്നാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? നമ്മൾ എന്താ പറയാ? അയാൾ മഹാക്രമിയാണ്. 99 മനുഷ്യരെ കൊന്ന ചരിത്രം പഠിപ്പിച്ച ഹദീസിന്റെ അവസാന വാചകം എന്താ? അയാൾ 100ാമതൊരാളെ കൊല്ലുകയാണ്. അദ്ദേഹത്തിന് തൗബയുണ്ടോ എന്നാണ് സംശയം. അവിടുന്ന് അദ്ദേഹത്തിന് അവസാനം ഒരു ആലിമായ മനുഷ്യൻ മറുപടി കൊടുക്കുകയാണ്, ഉണ്ട്, നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾ ഈ നാട് വിട്ട് പോവുക എന്നതാണ് 1ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാൻ മാത്രമുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് മറ്റൊരു നാട്ടിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ജനങ്ങളുടെ കൂടെ നിങ്ങൾ പോയിട്ട് ഫഅബുദില്ലാഹ മഅഹും, അവരോട് കൂടെ നിങ്ങൾ ഇനി മുതലുള്ള കാലം, ശിഷ്ടകാലം അവരുടെ കൂടെ ജീവിക്കുക. വലാ തർജിഇ ഇലാ അർളിക, നിങ്ങൾ ഈ നാട്ടിലേക്ക് ഇനി മടങ്ങി വരരുത്. ഇത് തിന്മയുടെ നാടാണ്. ഇവിടെ നിന്നാൽ ഇനിയും നിങ്ങൾ ഈ കൊലപാതകം ചെയ്യും. അദ്ദേഹം പോകുന്ന നാട്ടിൽ എത്തുന്നതിന്റെ മുമ്പാണ് മരണപ്പെട്ടത്. ഹദീസുകളിൽ പറയുന്നത് ആ മനുഷ്യനെ സ്വർഗാവകാശികളിൽ എണ്ണിയിട്ടുണ്ട്. എന്തുണ്ടായി? മാറണമെന്ന് ചിന്തിച്ചു, നന്നാകണമെന്ന് ആഗ്രഹിച്ചു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളിൽ കരഞ്ഞുപോയി. ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ ഒറ്റയ്ക്കിരുന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ചെയ്ത ഒട്ടനേകം ക്രൂരതകൾ, മുസ്ലിമായതിന്റെ പേരിൽ എത്രയോ മനുഷ്യന്മാരെ തല്ലിയവനായിരുന്നു. ഒട്ടനേകം ജാഹിലിയത്തുണ്ടായിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു ഈ സുന്ദരമായ ഇസ്ലാം സ്വീകരിച്ചപ്പോ ഒഴിഞ്ഞിരിക്കുന്ന മൂലകളിൽ, മരുപ്പു പ്രദേശങ്ങളിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇത്രമാത്രം വലിയ ക്രൂരതകൾ ചെയ്തു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിക്കുകയാണ്, യാ ഉമർ, അല്ലയോ ഉമറേ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമായി, ഇസ്ലാം എന്ന മതം അത് സ്വീകരിക്കുമ്പോ യഹ്ദിമു മാ കാന ഖബ്ല, ഇതിനു മുമ്പ് ചെയ്തതെല്ലാം പൊളിച്ചു തകർക്കപ്പെടും. നീ കഷയണ്ട, വിഷമിക്കണ്ട, നിരാശപ്പെടണ്ട ഉമറേ. എത്ര വലിയത് ചെയ്താലും ഇസ്ലാം സ്വീകരിക്കുക എന്ന വലിയ നന്മ കൊണ്ട് നിന്റെ കഴിഞ്ഞതെല്ലാം വിട്ടുതരുന്ന മതമാണ് ഇസ്ലാം. നീ ആശ്വസിച്ചോ എന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തിൽ കാണാം, അൽ അജബു മിമ്മൻ യഹ്ലികു വമഅഹു നജാത്ത്. രക്ഷപ്പെടാനുള്ള വഴി കൂടെയുണ്ടായിട്ട് നശിച്ചു പോകുന്നവനെ ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നാണ്. രക്ഷപ്പെടാനുള്ള മാർഗം അവന്റെ കയ്യിലുണ്ട്, എന്നിട്ട് പിന്നെ എങ്ങനെയാ അവൻ നശിച്ചു പോകുന്നത്? അഥവാ അൽ ഇസ്തിഗ്ഫാർ, ചെയ്തു പോയ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ രക്ഷാമാർഗമാണ്. അതുണ്ടായിട്ട് എങ്ങനെയാ നശിക്കുന്നത്? സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പണ്ഡിതന്മാരുടെ നേതാവാണ്. ലദംബുൻ വാഹിദുൻ തഖാഫു ആഖിബതഹു, നീ പേടിച്ചു പോകുന്ന ഒരു തിന്മയുടെ കാര്യത്തേക്കാൾ ഖൈറുൻ ലക മിൻ ത്വാഅത്തിൻ തുഅജിബുക, നീ ചെയ്തു പോയ നിനക്ക് അഹങ്കാരമുണ്ടാക്കാവുന്ന ഒരു നന്മയേക്കാൾ ഉത്തമമായ കാര്യം നിന്റെ പാപത്തെക്കുറിച്ചോർത്തുള്ള നിനക്ക് ഇസ്തിഗ്ഫാറാണ്. അതിനേക്കാൾ കൂലി കിട്ടുന്നത്. ഞാൻ ചെയ്ത വലിയ നന്മകളൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ പാപങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ സ്ഥാനത്ത് ഇസ്തിഗ്ഫാർ എന്നത് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. സുഹൃത്തുക്കളെ, പാപം ചെയ്യുന്ന മനുഷ്യരാണ് സ്വാഭാവികമായും തിന്മകൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നിരാശാബോധവും കുറ്റബോധങ്ങളും ഒക്കെ ഏതൊരു മനുഷ്യനും ചിന്തിക്കണം. സ്വയം ഭോഗം ചെയ്യുന്ന മനുഷ്യന്മാർ, അത് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്നത് എന്താ? ഒരു തരം കുറ്റബോധമാണ്, നിരാശ പോണ്ട ജീവിതമാണ്. വ്യഭിചാരത്തിൽ അകപ്പെട്ട അതിൻ്റെതായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പൂർത്തിയാക്കിയാൽ പിന്നെ അയാൾക്കുണ്ടാകുന്നത് എന്താ? കുറ്റബോധമാണ്. മോഷണത്തിന്റെ സംഖ്യ കയ്യിൽ അകപ്പെട്ട് അത് എത്തേണ്ടടുത്ത് എത്തിയാലും അയാളെ വേട്ടയാടുന്നത് ഒരു തരം വേവലാതിയും കുറ്റബോധവുമാണ്. ഇത് ഉണ്ടാകുമെന്നറിഞ്ഞാണ് ഇസ്ലാം പറയുന്നത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെ പോയാലും അല്ലാഹനെ സൂക്ഷിക്കുക. എന്തെങ്കിലും തെറ്റ് നീ ചെയ്തു എന്ന് തോന്നിയാൽ വതുബിഇ സയ്യിഅത്തൽ ഹസന, നീ നല്ല കാര്യം പിന്നെ ധാരാളം ചെയ്യുക. മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിച്ചാൽ ഇനി ധാരാളം നന്മ ചെയ്യുക. തംഹുഹാ, ആ തിന്മകൾ ഈ നന്മകൾ കൊണ്ട് മായിക്കപ്പെടും. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, എന്നിട്ട് ജനങ്ങളോട് നന്നായി പെരുമാറുക, നല്ല സ്വഭാവത്തിൽ ജീവിക്കുക. നിരാശപ്പെട്ട് നീ പോകണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ മോശപ്പെട്ട എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതേ പാപങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥ വരും. മോശപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ലെഫ്റ്റ് ആവേണ്ടി വരും. മോശപ്പെട്ട ഒരു ചങ്ങാതി നമുക്കുണ്ടെങ്കിൽ അവനെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. മോശപ്പെട്ട ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മളാണ് നമ്മുടെ സുരക്ഷിതത്വം ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടവരാണവർ. പതിവാക്കേണ്ടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലാണ് രാത്രി എന്ന ഇബാദത്തിന്റെ സമയം. നമുക്ക് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉറക്കമൊഴിക്കാൻ നമ്മൾ സമയം കാണുന്നു. 12:30 മണിക്കും 3 മണിക്കും 6 മണിക്കും എഴുന്നേൽക്കാൻ ഒരു മടിയുമില്ലാത്ത 10,000 ചെറുപ്പക്കാരുണ്ട്. ആഘോഷരാവുകൾ അവസാനിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, രാത്രി എഴുന്നേൽക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു, പൈസ പൊട്ടിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു, രാത്രി ഉറക്കമൊഴിച്ചാലും രാവിലെ ജോലിക്ക് പോകുമെന്ന് ഉറപ്പായി നമുക്ക് ബോധ്യപ്പെട്ടു. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിന്റെ രാത്രികൾ പകൽ ചെയ്തു പോയ നിന്റെ വാക്കിനെ കുറിച്ച് കരയുന്ന രാത്രിയാകണം. പകൽ സമയത്ത് നീ ചെയ്തു പോയ തിന്മകളുടെ വേവലാതികൾ നിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിന്റെ നാവിലൂടെ നിന്റെ മനസ്സിന്റെ അകത്തുകൂടെ പ്രാർത്ഥന വരണം. പടച്ച റബ്ബേ, ഞാൻ മനുഷ്യനാണ്, ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു പോയി. പകലിൽ റബ്ബേ, ഈ രാത്രി ഞാൻ മരിച്ചാലോ എന്ന ബേജാറോടെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങി എഴുന്നേറ്റാൽ, ഉറങ്ങി എണീക്കുന്ന സമയങ്ങളിൽ, രാത്രികളുടെ ഉറക്കം ഒഴിക്കുന്ന വേളകളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന മനുഷ്യരാണ് നല്ല മുഅ്മിനീങ്ങൾ. മനുഷ്യ, നീ പകൽ തെറ്റ് ചെയ്തോ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ, പടച്ചോന് 2 കൈകൾ നീട്ടി വെച്ചിരിക്കുകയാണ്. ചോദിച്ചോ ആർക്ക്? ലിയതൂബ മുസിഉൻ നഹാർ, രാത്രി പടച്ചോൻ തൗബ തരാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ആർക്ക്? പകൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര് ചോദിച്ചാൽ അവന് പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഒരു പരാമർശം, ലാ തഖനതു, നിരാശപ്പെടരുത്. രണ്ടാമത് ഖുർആൻ പ്രയോഗിച്ച വാക്ക് ലാ തൈഅസു, ഒരു കാര്യത്തിന്റെ പേരിൽ, സംഭവിച്ചതിന്റെ പേരിൽ നിരാശപ്പെട്ടു പോകരുത്. സമാനമായ അർത്ഥമാണെങ്കിലും തലങ്ങൾ വ്യത്യസ്ത, പരപ്രയോഗങ്ങൾ വ്യത്യസ്തമുണ്ട്. താനും ഖുർആൻ ഈ രണ്ടും പ്രയോഗിച്ചു. ലാ തൈഅസു, നിങ്ങൾ അമിതമായ ഉത്കണ്ഠയോടെ നിരാശയിൽ അകപ്പെട്ടവരായി മാറരുത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെയായി.
തന്റെ വാപ്പ എന്ന നിലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്റെ കയ്യിൽ നിന്ന് പറഞ്ഞയച്ച് രാത്രി തിരിച്ചു വരുന്ന സമയത്ത് മകനെ ചെന്നായ കൊണ്ടുപോയി എന്നൊരു വാപ്പാനോട് വന്ന് പറയുമുണ്ടാകുന്ന സങ്കടഭാരം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് പറയുന്ന, മക്കളെ നിങ്ങൾ യൂസുഫിനൊന്ന് പോയിട്ട് തെരഞ്ഞു നോക്ക്. ഏതെങ്കിലും കാട്ടുമൂലകളിൽ, ഏതെങ്കിലും വഴിവക്കിൽ എവിടെയെങ്കിലും യൂസുഫ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്ക്. അള്ളാഹുവിന്റെ വിധിയിലും അള്ളാഹുവിന്റെ തീരുമാനത്തിലും നിരാശരാകരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിരീങ്ങൾക്കല്ലാതെ അങ്ങനെ നിരാശ ഉണ്ടാകൂല. കച്ചവടം പൊളിഞ്ഞു, ഇനി എന്താ ചെയ്യാ? കയറാണോ പരിഹാരം? ഭാര്യ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എത്ര പേരുണ്ടെന്നറിയൂ? മക്കളെയും പ്രിയപ്പെട്ടവരെയും ഇട്ടെറിഞ്ഞ് ഭാര്യ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? നിരാശപ്പെട്ടിരിക്കുകയാണോ? ഉണ്ടായിരുന്ന സകല സ്വത്തുക്കൾ കൈവിട്ടുപോയി, തകർന്നുപോയി. എത്ര കുടുംബങ്ങളുണ്ട്? ഇനി എന്താ ചെയ്യേണ്ടത്? മരിക്കണോ? ലാ തയഅസൂ, നിരാശ നിങ്ങളെ വേട്ടയാടല്ലേ. ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മളൊന്ന് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിതം മനംമടുത്തങ്ങനെ തീർന്നു പോയാൽ അവൻക്ക് ഭയങ്കര പൊലിവാണ്. ഇത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തഖ്തഉ റജാഅകും മിനല്ലാഹി ഫിത്തഫരീജി വൽ ഫറജി. നീ അകപ്പെട്ട പ്രയാസത്തിലും വിഷമത്തിലും അതിന് അല്ലാഹു നൽകുന്ന ആശ്വാസവും വഴിത്തിരിവുമുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. നീ വിചാരിക്കും നിനക്ക് പടച്ചോനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. ഒരിക്കലും എഴുന്നേറ്റ് കിടക്കൂല, ഇനി ഒരിക്കലും എഴുന്നേറ്റ് ഒരു വഴിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, ഇനി എനിക്ക് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കാൻ പറ്റുന്ന 18 കൊല്ലക്കാലത്തെ രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം വടിയിൽ കുത്തി എഴുന്നേറ്റ് രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് ആരോഗ്യവാനായി നടന്ന ചരിത്രം ഖുർആൻ പറയാണ്. ഒരിക്കൽ പോലും അള്ളാഹുവിനെ ആക്ഷേപിച്ചൊരു വാക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലില്ല. ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ വിധിയെ പഴിക്കുന്ന ഒരു സംസാരം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഗുണപാഠ ചരിത്രത്തിലില്ല. മറിച്ച് തന്റെ അങ്ങേയറ്റത്തെ ആ വിഷമത്തിന്റെ തകർച്ചയിൽ ഇരിക്കുന്ന വേളയിൽ അയ്യൂബ ഇദ് നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ചോനോടുള്ള വല്ലാത്ത പ്രതീക്ഷയിലുള്ള പ്രാർത്ഥനയായിരുന്നു. നഷ്ടപ്പെട്ടതിനേക്കാൾ തിരിച്ചു നല്ലതാണ് പിന്നീട് കൊടുത്തത്. അള്ളാഹുവിന്റെ സഹായം വൈകിയേക്കാം, പക്ഷേ അത് വരിക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് മനോഹരമായി നമുക്കുണ്ടാകേണ്ടത്. സയ്യിദുൽ താബിഈൻ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുണ്ട്, ലാ തക്റഹുൽ ബലായൽ വാഖിഅ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം, വിപത്ത് ബാധിച്ചാൽ നിങ്ങൾ ഒരിക്കലും അതിനെ വെറുക്കരുത്. നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായി വരുന്നതാണ്, എനിക്കെന്തിനാണ് ഇതൊക്കെ തന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്, എന്താ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിനക്കൊരിക്കലും വെറുപ്പ് തോന്നരുത്. നീ വെറുക്കുന്ന കാര്യങ്ങളിലായിരിക്കും നിന്റെ രക്ഷ ഒളിഞ്ഞിരിക്കുന്നത്. നിനക്കറിയില്ല ഇതിന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഖൈർ എന്താണ്. വിശ്വാസികളെ, നമ്മുടെ വാഹനം അങ്ങ് പഞ്ചറായാൽ, നമ്മുടെ ബിസിനസിന്റെ പണം അങ്ങ് ചോർന്നു പോയാൽ, നമ്മുടെ കടയങ്ങ് പൂട്ടിപ്പോയാൽ, നമ്മുടെ മക്കൾക്ക് വിപത്ത് ബാധിച്ചാൽ, എപ്പോഴും നമ്മുടെ നാവിലുണ്ടാവേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ച മാത്രം കേൾക്കുന്ന വാർത്തയല്ല, ഇത് പറയേണ്ടതല്ല. ഒരു വിപത്തിന്റെ അവസ്ഥ വന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇതിനേക്കാൾ മികച്ചത് പടച്ചോൻ തരുമെന്ന പ്രതീക്ഷയുടെ വാക്കാണ്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വൈര്യക്കേടോടെ നടക്കുന്ന ധൃതി കാണിക്കുന്നവരായി നമ്മൾ മാറരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയി, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളെ കബറടക്കിയവരുണ്ട്, ബന്ധുക്കളെ കബറടക്കിയവരുണ്ട്, പ്രിയപ്പെട്ട സഹധർമ്മിണി ഭാര്യമാരെ കബറടക്കിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രതീക്ഷ? നാളെ അവരുടെ കൂടെ സ്വർഗത്തോപ്പിൽ ഒരു ജീവിതം വരാനിരിക്കുന്നു എന്ന പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാകണം. അതിനനുസരിച്ചുള്ള ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ലാ തബ്തഇസ്. നിങ്ങൾ ഒരിക്കലും ദുഃഖിച്ചു തീർക്കരുത്. എന്നും കരച്ചിലാണ്, എന്നും അയാളുടെ മുഖം കണ്ണീരിലാണ്, എന്നും അയാൾ സങ്കടത്താൽ നീനിക്കാണ്. അയാൾക്ക് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല. ചില മനുഷ്യരങ്ങനെയാണ്, വർഷങ്ങളായി അവർ ദുഃഖത്തിൽ മാത്രം കഴിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകൾ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗം വായിച്ചു നോക്ക് നിങ്ങൾ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും ബിന്യാമീനെയും കണ്ടുമുട്ടാണ്. പ്രിയപ്പെട്ട പഴയകാല കിണറ്റിൽ കൊണ്ടുപോയിട്ട ജ്യേഷ്ഠന്മാരുടെ മുമ്പിലേക്ക് ഇവർ രണ്ടുപേരും എത്തുക.
ഈ സമയത്ത് ഖാല ഇന്നി അനാ അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അവരെല്ലാവരും കടന്നു വരികയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, ഞാനാണ്. യൂസുഫ് നബി പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരൻ തന്നെയാണ്, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട, അവർ പ്രവർത്തിച്ചതിന്റെ കാര്യത്തിന്റെ പേരിൽ ഇനി ദുഃഖിച്ചിരിക്കണ്ട. അങ്ങനൊക്കെ ചെയ്തു പോയല്ലോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊന്നും ഇനി അത് പറഞ്ഞ് ആലോചിച്ചിരിക്കണ്ട. ത്വായിഫിലേക്ക് പോയി. എന്തിനാ നബി തങ്ങൾ പോയതെന്ന് വായിച്ചു നോക്ക് ചരിത്രത്തിൽ. മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ പോയത്. ആരാണ് അവിടെ? ഉമ്മാന്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് അവിടെ. അവിടെ ചെന്ന് ഏറ് കിട്ടിയിട്ട് കാലിൽ നിന്ന് നെറ്റിത്തടത്തിൽ നിന്ന് രക്തം വാർന്ന് തിരിച്ചു നടക്കുകയാണ് ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആ ജനതക്ക് വേണ്ടി പറഞ്ഞ വാക്കുണ്ട്, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ആളുകൾ ഭാവിയിൽ ഈ ത്വായിഫിൽ നിന്നുണ്ടാകട്ടെ, ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ മടങ്ങിപ്പോരാണ്. ദുഃഖിച്ചിരിക്കല്ല, തളർന്നിരിക്കല്ല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ എത്ര തവണയാണ് ദീൻ പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിടും പലതരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം ശൈഖുൽ ഇസ്ലാം പറഞ്ഞ വാക്കുണ്ട്, മാ യസ്നഉ അദാഇ ബി. എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന ജന്നതി വ ബുസ്താനി ഫീ സദ്രി. എന്റെ സ്വർഗ്ഗവും എന്റെ പൂന്തോട്ടവും എന്റെ നെഞ്ചിലാണ്, എന്റെ ഈമാനാണ്. അത് അവർക്ക് കളയാൻ കഴിയൂല. തല്ലിക്കൊല്ല, കഴുത്തിൽ കഴുമരത്തിൽ തൂക്കിക്കൊല്ല, എന്നെ ശിക്ഷിക്കാം, ജയിലിലിടാം. എന്റെ ഈമാനിനെ തകർക്കാൻ അവർക്ക് ഇതുകൊണ്ട് കഴിയൂല. ഇൻ ഖതലൂനി ഫശഹാദ. ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ കൊന്നാൽ ഞാൻ ഷഹാദത്ത് വഹിക്കുന്ന രക്തസാക്ഷിയായി മാറും. എനിക്ക് പ്രതീക്ഷയുണ്ട്. വ ഇന്ന ഫൗനി ഫസിയാഹ. എന്നെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തിയാൽ എനിക്കതൊരു വിനോദയാത്ര പോലെ ഞാൻ ആസ്വദിക്കും. എനിക്ക് പ്രശ്നമില്ല, എന്റെ ഈമാൻ ഞാൻ കളയൂല. ഇനി എന്നെ പിടിച്ച് സത്യത്തിന്റെ പേരിൽ അവർ ജയിലിലിട്ട് തടവറയിലിട്ടാൽ ഒറ്റക്കിരുന്ന ധ്യാനത്തിലിരിക്കുന്നവനെ പോലെ ഏകാന്തമായി അള്ളാനെ ആരാധിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കും. എനിക്ക് പ്രശ്നമില്ല. ഏത് പ്രതിസന്ധി എൻ്റെ മുമ്പിൽ അവർ ഇട്ട് കൊണ്ടു തന്നാലും ഞാൻ അതിനെ ഹൈറായിട്ട് ചിന്തിക്കുമെന്ന്. നമ്മളൊക്കെ പല ആളുകളും പല വിപത്തുകളും പ്രയാസം വിഷമൊക്കെ പറയുമ്പോൾ പറയും, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകൂലായിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആകൂലായിരുന്നു. പറയരുത്. അത് അല്ലാഹ് വിധിച്ചതാണ്, അതങ്ങനെ നടക്കൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. നാലാമത്തേത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ലാ തഖഫ്. നിങ്ങൾ പേടിക്കരുത്. ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സമുദ്രത്തിന്റെ കൂറ്റൻ തിരമാലകൾ പോലെ പർവ്വത സമാനമായ പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ കയറിപ്പറ്റിയാൽ പേടിയുള്ളവനാണ് മനുഷ്യൻ. പക്ഷെ ആ പേടി അവനെ തകർക്കും. ലാ തഖഫ്. ഖുർആൻ പ്രയോഗിച്ച വാക്ക് ഒരു ഉദാഹരണം സഹിതം വിശദീകരിച്ചത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. പിടിച്ചാൽ കൊല്ലുമെന്നുറപ്പുള്ള ഘട്ടത്തിലാണ് കൊട്ടാരത്തിന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് മദിയനിലെത്തുകയാണ്. ആരുമില്ലാത്ത, ഒരു സഹായവുമില്ലാത്ത, പരിചയമില്ലാത്ത നാട്ടിലെത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോ ഷുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറയാണ്, ഖാല ലാ തഖഫ്. മൂസാ, നീ പേടിക്കണ്ട കേട്ടോ. കൊല്ലുന്നുള്ള അവസ്ഥയ്ക്ക് എത്തിയ ആളോടെ പറയണത്, ലാ തഖഫ്, നീ ഭയപ്പെടല്ല കേട്ടോ. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. നീ അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്, സമാധാനിച്ചോ. സമാധാനിപ്പിക്കുന്നവരാകണം നമ്മൾ പേടിപ്പിക്കുന്ന വാർത്ത പ്രചരിപ്പിക്കുക, ആകെ മനുഷ്യനെ പൊല്ലാപ്പുണ്ടാക്കുന്ന ന്യൂസ് ഇട്ട് കൊടുക്കുക, ജനങ്ങൾ അങ്ങോട്ട് എട്ടങ്ങറാക്കുന്ന ചോര വാഴുന്ന വീഡിയോകൾ സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കുക. ഇതല്ലേ നമ്മളെ പണി. മനുഷ്യന്മാർക്കൊരു തുള്ളി സമാധാനം കൊടുക്കുക. പണ്ഡിതന്മാര് പറയാറുണ്ട്, പേടി ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കരുത്ത് ചോർത്തിക്കളയും. എന്നാൽ അല്ലാഹുവിലുള്ള വിശ്വാസം വിട്ടുകൊടുത്താൽ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ശത്രുക്കൾ എത്ര ശരങ്ങൾ പെയ്താലും ശക്തമാക്കിയാലും അല്ലാഹുവിന്റെ സംരക്ഷണം വലുതാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് ആവശ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഗുഹന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിഷമിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്.
നമ്മൾക്ക് മുഅ്മിനീങ്ങളാ. ഓരോ മനുഷ്യന്മാരും ഓരോ തരത്തിലായിരിക്കും സ്ട്രെസ്സുകളും ടെൻഷനുകളും സങ്കടം അനുഭവിക്കുന്നത്. തോളിൽ പിടിച്ച് സമാധാനത്തിന്റെ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, നിങ്ങൾ വിഷമിക്കില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്നൊരു ആശ്വാസം കൊടുക്കുന്നവനായി മാറാൻ കഴിയേണ്ടവരാണ് നമ്മൾ. സുഹൃത്തുക്കളെ, ഉലമാക്കന്മാര് പറയാറുണ്ട്, ഏതൊരു ഘട്ടത്തിലും നമ്മൾ മനസ്സമാധാനം പരത്തുന്നവരായി മാറുക, ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകുന്നവരായി മാറുക, അല്ലാഹുവിൽ തവക്കുലാക്കാൻ പറയുക, പഠിപ്പിക്കുക. അതിനേക്കാൾ വലിയ വിജയമാർഗമില്ല. എപ്പോഴും അല്ലാഹനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. ഇതൊക്കെ എനിക്ക് തന്നതെന്റെ റബ്ബാണ്, അവൻ എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് തരുമെന്ന ഉറച്ച ഹുസ്നുൽ ളന്നോടെ ജീവിതത്തെ ക്രമീകരിക്കുക.